संस्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः. റെഡിയല്ലേ? കുട്ടികൾ റെഡിയാണ്? കുട്ടികൾ റെഡിയാണല്ലോ അല്ലേ? തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ വിഷയം സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രീയ വികസനവും സാംസ്കാരിക പാരമ്പര്യവും. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ശാസ്ത്രീയ വികസനവും സാംസ്കാരിക പാരമ്പര്യവും, സാംസ്കാരിക പൈതൃകവും. ഞാനൊരു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കഥ പറഞ്ഞുതരാം. അപ്പൊ ഈ കഥ കേട്ടാൽ ശാസ്ത്രീയ വികസനത്തിൻ്റെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ഐഡിയ കിട്ടും. നമുക്ക് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശാസ്ത്രീയ വികസനം എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ശാസ്ത്രീയ വികസനം എന്നാൽ എന്താണ്? പലതരം ശാസ്ത്രങ്ങൾ നമുക്കറിയാം അല്ലേ? അപ്പൊ ആ ശാസ്ത്രങ്ങളുടെയൊക്കെ വികാസം നമുക്കറിയാം. പണ്ട് തീവണ്ടി, ട്രെയിൻ ഒരു തരത്തിലായിരുന്നു അല്ലേ? ആവി എഞ്ചിനായിരുന്നു അല്ലേ? തീവണ്ടികള് ആവി എഞ്ചിൻ കൊണ്ടാണ് ഓടിയത്. ഇപ്പൊ തീവണ്ടി എങ്ങനെയാ ഓടുന്നത്? ഇലക്ട്രിക്കൽ കറണ്ട് കൊണ്ടാണ് ഓടുന്നത് അല്ലേ? ഇപ്പൊ കറണ്ട് മതി. ഇങ്ങനെ ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം ഈ ശാസ്ത്രങ്ങളെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാർ വരുന്നു. അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെലിവിഷൻ തന്നെ നോക്കിയാൽ അറിയാം. ടെലിവിഷൻ പണ്ട് ഒരു വലിയ പെട്ടിയായിരുന്നു, ഒരു വലിയ പെട്ടി അല്ലേ? അത് കുറഞ്ഞ് ചെറുതായി ഇപ്പോഴ് ചുമരിൽ ഒരു സ്ക്രീന് പോലെ വെക്കാൻ പറ്റുന്ന രീതിയിലായി ടെലിവിഷൻ. കമ്പ്യൂട്ടർ നമുക്കറിയാം. പണ്ട് കാലത്ത് ഇപ്പോൾ കാണുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതേ പ്രവൃത്തി ചെയ്യാൻ അല്ലെ അതിലും കുറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ പണ്ട് കമ്പ്യൂട്ടർ 2-3 മുറികളിലായിരുന്നു ഒരു കമ്പ്യൂട്ടർ വെച്ചിരുന്നത്. ഒരു കമ്പ്യൂട്ടർ വെക്കാൻ, ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ 2, 3, 4 മുറികൾ വേണം. ഇപ്പൊ ഈ ചിപ്പ് വന്നിരിക്കുകയാണ്. ചെറിയ ചിപ്പ് കണ്ടിട്ടില്ല എല്ലാവരും? ഇപ്പൊ ഈ ചിപ്പൊക്കെ വന്നതിന് ശേഷം കമ്പ്യൂട്ടർ ചെറിയൊരു സാധനമായി മാറി. നേരത്തെ സ്ക്രീന് വേറെയായിരുന്നു, കമ്പ്യൂട്ടർ സ്ക്രീന് വേറെയായിരുന്നു, CPU വേറെയായിരുന്നു. ഒരു ചെറിയ പെട്ടി വേറെ, അത് കണക്ട് ചെയ്യണം സ്ക്രീനുമായിട്ട്. ഇപ്പൊ സ്ക്രീൻ തന്നെയാണ് കമ്പ്യൂട്ടർ, CPU എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ കമ്പ്യൂട്ടറും എല്ലാം ഇതുപോലെ. ഞാൻ തീവണ്ടിയുടെ കാര്യം പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ശാസ്ത്രീയ വികസനം ഒരുപാട് നടക്കുന്നു. അതിന് ആനുപാതികമായിട്ട് അതിൻ്റെ കൂടെ തന്നെ എന്ത് നടക്കുന്നുണ്ട്? സാംസ്കാരിക വികസനം നടക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെയും പെയിന്റിംഗ്, ചിത്രകലയുടെയും നമ്മുടെ മതത്തിൻ്റെയും മതം പഠിപ്പിക്കുന്ന രീതിയും എല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുകയാണ്.
ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ, നിങ്ങൾക്കറിയാം, ശ്രീരാമകൃഷ്ണദേവൻ കൃഷ്ണനെയും രാമനെയും ഒക്കെ പോലെ ഈശ്വരന്റെ ഒരു അവതാരമായിട്ടാണ് ഇന്ന് ലോകം മുഴുവൻ പൂജിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു കഥ എന്താണെന്നറിയോ? ഒരു നെയ്ത്തുകാരന്റെ കഥയാണ്. ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയില്, പശ്ചിമ ബംഗാളില്, ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിന്റെ വളപ്പിലുള്ള ഒരു ചെറിയ മുറിയിൽ ഇരുന്നിട്ട് ഒരുപാട് കാലം ജനങ്ങളെ മതം പഠിപ്പിച്ചിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകളെ. അപ്പൊ ജനങ്ങളോട് അവർക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള കഥകൾ പറയും. കഥകളിലൂടെയാണ് ഉപദേശം കൊടുക്കുന്നത്. കഥകൾ കേട്ടാല് നമുക്കെല്ലാം കഥകൾ ഇഷ്ടമാണ്. കഥകളിലൂടെ ഉപദേശം പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ എത്രയോ കഥകൾ സ്കൂളിൽ പഠിക്കുന്നു അല്ലെ? അല്ലെ, നമ്മളെ അമ്മമാര് പറഞ്ഞു തരുന്നു, അച്ഛന്മാരും പറഞ്ഞു തരുന്നു, കഥകൾ പറയുന്നു. അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അല്ലെ? ഈ സാരോപദേശ കഥകൾ, കഥയിലൂടെ ഒരു മൂല്യം പഠിക്കുക. ഇപ്പൊ ഭഗവാൻ പറയുന്ന ഈ നെയ്ത്തുകാരന്റെ കഥ എന്താണെന്നറിയോ? ഒരു ഗ്രാമത്തിലൊരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനാണ്, ഭക്തനായ മനുഷ്യനാണ്, ആരെയും ഉപദ്രവിക്കില്ല. ഈ നെയ്ത്തുകാരൻ വളരെ നല്ലൊരു മാന്യനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജോലി ഈ നെയ്ത്ത് ജോലിയാണ്, തുണി ഉണ്ടാക്കുക. അതൊരു ശാസ്ത്രമാണല്ലോ അല്ലെ? തുണി ഉണ്ടാക്കുന്നതിന്റെ ടെക്നോളജി നമുക്കറിയാം, അത് ഒരുപാട് വികാസം പ്രാപിക്കുന്നുണ്ട് അല്ലെ? പണ്ട് തറിയിലാണ് കൂടുതലായിട്ടും തുണി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴ് എല്ലാം മെഷീനാണ്, ഒരുപാട് കാര്യങ്ങൾ മെഷീനാണ് ചെയ്യുന്നത്. തറി ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ നെയ്ത്തുകാരൻ തുണി ഉണ്ടാക്കും, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അപ്പോ ഈ നെയ്ത്തുകാരനെ എല്ലാവർക്കും വലിയ വിശ്വാസവും സ്നേഹവുമാണ്. എന്തുകൊണ്ടെന്നറിയോ? നെയ്ത്തുകാരൻ ചന്തയിൽ പോയിട്ട് തന്റെ തുണിയൊക്കെ വെച്ചിട്ട് പറയും, ആളുകളോട് പറയും, നൂലിന്റെ വില 1 രൂപയാണ്, 4 അണയാണ് അതിന്റെ പണിക്കൂലി, 2 അണയാണ് അതിന്റെ ലാഭം. ഈ തുണി വിറ്റിട്ട് എനിക്ക് കിട്ടുന്ന ലാഭം 2 അണ. അപ്പൊ നമുക്കറിയാം, നേരത്തെ 1 രൂപയ്ക്ക് 16 അണയായിരുന്നു, അണയുടെ കണക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അപ്പൊ നെയ്ത്തുകാരൻ എന്താണ് ചന്തയിൽ പോയിട്ട് പറയുന്നത്? ഈ തുണിക്ക് എത്രയാണ് വില? അതിന്റെ വില എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? നമ്മൾ MRP എന്ന് പറയുന്നില്ല, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നൂലിന്റെ വില 1 രൂപയാണ്, 4 അണയാണ് അതിന്റെ പണിക്കൂലി, 2 അണയാണ് അതിന്റെ ലാഭം. അതുകൊണ്ട് തുണിയുടെ വില എത്രയാണ്? 1 രൂപ 6 അണയാണ്. അപ്പൊ നെയ്ത്തുകാരൻ തന്റെ ലാഭം പോലും പറഞ്ഞു കൊടുക്കുകയാണ് വാങ്ങാൻ വരുന്നവരോട്. അതുകൊണ്ട് ആളുകൾക്ക് വലിയ വിശ്വാസമാണ് ഇദ്ദേഹത്തിന്. അതുകൊണ്ട് ഒന്നും വില പേശൊന്നും ചെയ്യാതെ, സാധാരണ നമ്മൾ കടയിൽ പോയാൽ എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ വില പേശും അല്ലെ? ഇംഗ്ലീഷിൽ ബാർഗെയിനിങ് എന്ന് പറയുന്നില്ലേ? അപ്പോ വില പേശി നോക്കും. എന്ത് വാങ്ങണേ, ഒരു ഫാന് വാങ്ങണമെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ വിൽപ്പനക്കാരനോട് ചോദിക്കും, ഇതിനെന്തെങ്കിലും പൈസ കുറച്ച് തരുമോ? 600 രൂപയാണെങ്കിൽ ഒരു 50 രൂപ ഡിസ്കൗണ്ട്, കിഴിയോ വേണമെന്ന് പറയും. അപ്പൊ ചിലപ്പോൾ അയാൾ തരും, അല്ലെങ്കിൽ തരില്ല. പക്ഷെ അയാൾ ലാഭം എത്രയാണെന്ന് നമുക്കറിയില്ല. ഒരു 600 രൂപയുടെ ഫാൻ ആണെങ്കിൽ എത്രയാണ് അയാൾ ലാഭം എടുക്കുന്നത് അതിൽ നിന്ന് നമുക്കറിയില്ല. ചില സാധനങ്ങൾക്കൊക്കെ ആളുകൾ അമിതമായി ലാഭം എടുക്കും. കൊള്ള ലാഭം എന്ന് പറയുന്നില്ലേ, നമ്മള് കൊള്ള ലാഭം എടുക്കുക. അങ്ങനത്തെ ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യും. പക്ഷെ ഈ തുണിക്കാരനോട്, ഈ നെയ്ത്തുകാരനോട് ആരും ബാർഗെയിൻ ചെയ്യില്ല. അത്ര കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അയാൾ പറയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, റോ മെറ്റീരിയൽ എന്നല്ലേ പറയുമ്പോൾ അല്ലെ? റോ മെറ്റീരിയൽ നൂലാണ്, നൂലും കളറും ഒക്കെയാണ് തുണിയുടെ റോ മെറ്റീരിയൽ. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ്, പണിക്കൂലി, പിന്നെന്താണ് ലാഭം, പ്രോഫിറ്റ്. അപ്പൊ ഇതൊക്കെ കൂടെ എത്രയാണ് വില. അതുകൊണ്ട് ഇയാളുടെ നിന്ന് ബാർഗനിങ് ചെയ്യാതെ ആളുകൾ തുണി വാങ്ങും. അപ്പൊ ഒരു ദിവസം എന്തുണ്ടായി? അപ്പൊ ഞാൻ പറഞ്ഞ ഗ്രാമങ്ങളിലെ ആൾക്കാർക്കൊക്കെ ഇദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ്.
ഒരു ദിവസം ഈ ഭക്തൻ, ഈ നെയ്ത്തുകാരൻ വീട്ടിലിരിക്കുകയാണ്. രാത്രിയാണ് സമയം. രാത്രി ഏകദേശം 10 മണി 11 മണിയായി. ആ സമയത്ത് ഇയാൾക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പൂജാമുറിയുണ്ട്, ചണ്ഡീ മണ്ഡപം എന്നൊക്കെ പറയുന്നത്. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ജപവും ധ്യാനവും ഒക്കെ ചെയ്യാണ്. നമുക്കറിയാം, നമ്മൾ ജപവും ധ്യാനവും പ്രാർത്ഥനയും ഭജനയൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണല്ലോ. ഈശ്വര ദർശനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? അവതാരങ്ങളൊക്കെ പറയുന്നത്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഈശ്വരനെ കാണുക. ഈശ്വരനാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? ഭൂമി, സൂര്യനും ചന്ദ്രനും മനുഷ്യന്മാരെയും ഒക്കെ. അപ്പൊ ഈശ്വരനെ കാണലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഈ നെയ്ത്തുകാരൻ ഉറക്കു വരാതായപ്പോൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ജപവും ധ്യാനവും ചെയ്യാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വീട്ടിന്റെ മുന്നിലൂടെ 3-4 കള്ളന്മാര് പോകുന്നുണ്ട്. 3-4 കള്ളന്മാര് ആ വഴിക്ക് പോവാണ്. അപ്പൊ അവർക്ക് ഒരാളെ വേണം. എന്തിനാണെന്നറിയോ? ഒരു വീട് പോയി കുത്തി തുറന്ന് കൊള്ളയടിക്കണം. അപ്പൊ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ കുറെ ഉണ്ടാവും. അതൊക്കെ എടുത്തു കൊണ്ടുപോകാൻ, ചുമந்து കൊണ്ടുപോകാൻ ഇവർക്ക് മാത്രം പറ്റില്ല. കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരാൾ കൂടി വേണം. അപ്പൊ അവരിങ്ങനെ ഒരാൾ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഈ ഭക്തൻ, ഈ നെയ്ത്തുകാരൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നത്. ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന, ഇയാളുടെ വീട്ടിലിരിക്കുന്ന കാണുന്നത് ഈ കള്ളന്മാർ. അവർ ഇയാളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. ഞങ്ങളിവിടെ വന്നിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എന്തിനാണ്? മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. നെയ്ത്തുകാരനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ കള്ളന്മാരുടെ കൂടെ പോകേണ്ടി വന്നു. കള്ളന്മാർ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിൽ കയറി കൊള്ള ചെയ്തു. ആ സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ നോക്കുകയാണ്. ഒരു വലിയ കെട്ട് ഇയാളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് പോലീസ് ചാടി വീഴുന്നത്. പോലീസ് വന്നിട്ട് പോലീസ് ചാടി വീണു. അപ്പൊ കള്ളന്മാരെ ഓടിപ്പോയി. നെയ്ത്തുകാരൻ ഈ ഭാണ്ഡവും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഓടാൻ പറ്റില്ല. അയാൾ ഓടേണ്ട കാര്യമില്ലല്ലോ, കള്ളനല്ലല്ലോ, അല്ലെ? അപ്പൊ എന്തുണ്ടായി? പോലീസ് ഈ നെയ്ത്തുകാരനെ പിടിച്ചു, കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ വെച്ചു. പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി. അപ്പോ ഇതറിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ, ഇയാളുടെ നെയ്ത്തുകാരുടെ നാട്ടുകാരൊക്കെ കോടതിയിലെത്തി, ജഡ്ജിയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, സാറേ, ഇദ്ദേഹം കളവ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഇയാൾ അത്ര നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഇയാൾ കളവ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇയാളെ വിട്ടയക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ ജഡ്ജിക്ക് ആകെ അത്ഭുതമായി. ജഡ്ജി ചോദിച്ചു, ഈ നെയ്ത്തുകാരൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അപ്പൊ നെയ്ത്തുകാരൻ പറഞ്ഞ കാര്യം ഞാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞുതരാം. ഞാൻ അവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. നെയ്ത്തുകാരൻ പറയാണ് ജഡ്ജിയോട്, പ്രഭോ, രാമന്റെ ഇച്ഛ കൊണ്ട് ഞാൻ രാത്രി ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് രാമന്റെ ഇച്ഛ കൊണ്ട് ഞാൻ ചണ്ഡീ മണ്ഡപത്തിൽ ഇരിക്കുകയായിരുന്നു. രാമന്റെ ഇച്ഛ കൊണ്ട് രാത്രി വളരെ വൈകി. രാമന്റെ ഇച്ഛ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുകയും അദ്ദേഹത്തിന്റെ നാമങ്ങളും ഗുണങ്ങളും കീർത്തിക്കുകയുമായിരുന്നു. ആ സമയത്ത് രാമന്റെ ഇച്ഛ കൊണ്ട് ഒരു കൂട്ടം കള്ളന്മാർ വന്ന് രാമന്റെ ഇച്ഛ കൊണ്ട് അവർ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. രാമന്റെ ഇച്ഛ കൊണ്ട് അവർ ഒരു ഗൃഹസ്ഥന്റെ വീട് കൊള്ളയടിച്ചു. രാമന്റെ ഇച്ഛ കൊണ്ട് ഒരു ചുമട് എൻ്റെ തലയിൽ താങ്ങി തന്നു. അതേസമയം രാമന്റെ ഇച്ഛ കൊണ്ട് പോലീസുകാർ വന്ന് പിടികൂടി. അത് കഴിഞ്ഞ് രാമന്റെ ഇച്ഛ കൊണ്ട് പോലീസുകാർ എന്നെ രാത്രി ലോക്കപ്പിൽ വെച്ചു. ഇന്ന് കാലത്ത് രാമന്റെ ഇച്ഛ കൊണ്ട് എന്നെ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി, ഇയാൾ വളരെ നല്ല മനുഷ്യനാണ്, ഇയാൾ കളവൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളെ വിട്ടയക്കാൻ വേണ്ടി ജഡ്ജി കൽപ്പന കൊടുത്തു. വായിച്ചത് മുഴുവൻ കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഇയാളെ കള്ളനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജഡ്ജി ഇയാളെ വിട്ടയക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ നാട്ടുകാരുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് നാട്ടുകാരോട് പറഞ്ഞു, സുഹൃത്തുക്കളോട് പറഞ്ഞു, നമുക്ക് രാമന്റെ ഇച്ഛ കൊണ്ട് എന്നെ വിട്ടയച്ചു. അപ്പൊ ഇതെന്താ മനസ്സിലാവുന്ന കഥയിൽ നിന്ന്? ഒന്ന് ശ്രീരാമകൃഷ്ണൻ ഈ കഥ പറയുന്നത് എന്തിനാണെന്നറിയോ? എല്ലാം നടക്കുന്നത് രാമന്റെ ഇച്ഛ കൊണ്ടാണെന്നാണ് ഈ കഥയിലൂടെ പറയാൻ നോക്കുന്നത്.
എല്ലാം നടക്കുന്നതെല്ലാം, ലോകത്തിൽ നടക്കുന്നതെല്ലാം രാമന്റെ ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന്റെ ഇച്ഛ, ദൈവത്തിന്റെ ഇച്ഛ. ദൈവത്തിന് നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, എല്ലാം പേരിന് വേണ്ടിയിട്ടാണല്ലോ അടി നടക്കുന്നത്, അല്ലേ? അപ്പോൾ രാമന്റെ ഇച്ഛ കൊണ്ട്, ഈശ്വരന്റെ ഇച്ഛ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് ഇയാൾക്ക് നല്ല വിശ്വാസമാണ്, ഈശ്വരന്റെ ഇച്ഛ കൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രവും കാണുന്നുണ്ട്, നമ്മളിവിടെ സംസ്കാരവും കാണുന്നുണ്ട്. ശാസ്ത്രം എന്താണ് കാണുന്നത്? തുണി ഉണ്ടാക്കേണ്ടതിൻ്റെ ശാസ്ത്രം, തുണി ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നോളജി, ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്നില്ലേ നമ്മൾ ഈ കാലത്ത്, അത് കാണുന്നുണ്ട്, അല്ലേ? ഈ മനുഷ്യൻ ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്, ശാസ്ത്രത്തിനെ ജീവിതത്തിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പണം ഉണ്ടാക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട് സമ്പാദിക്കുന്നുണ്ട്, തുണി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത് എന്താണ്? ഇയാളുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ സംസ്കാരം കാണുന്നുണ്ട്, ധർമ്മം കാണുന്നുണ്ട്. അതാണ്. ശാസ്ത്രം മാത്രമേ ഉള്ളൂ, ധർമ്മം ഇല്ല എങ്കിൽ എന്തുണ്ടാവും? ഈ എഴുത്തുകാരൻ കൊള്ള ലാഭം എടുക്കും. 2 അണയാണ് എൻ്റെ ലാഭം എന്ന് പറയില്ല, അത് പറയുകയില്ല. എന്നിട്ട് 2 രൂപയ്ക്ക് വാങ്ങി തുണി വിൽക്കും, അല്ലേ? അപ്പോ ശാസ്ത്രം വേണം, നമുക്ക് സംസ്കാരവും വേണം, അല്ലേ? അപ്പൊ ഈ നെയ്ത്തുകാരന്റെ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ശാസ്ത്രത്തിന്റെ കൂടെ സംസ്കാരം വേണം. അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടാവും? ആ ശാസ്ത്രം കൊണ്ട് നമ്മൾ ബോംബുണ്ടാക്കും, മറ്റുള്ളവരെ കൊല്ലാൻ നോക്കും. അല്ലെങ്കിൽ റോഡ് പണി ചെയ്യുന്ന എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, റോഡ് പണി അറിയാം, പക്ഷെ അതിൻ്റെ കൂടെ റോഡിന്റെ പണി നടക്കുന്നതിന്റെ കൂടെ അയാൾ സ്വന്തം കേസിൽ ശമ്പളത്തിന്റെ പുറമെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ നോക്കും, അല്ലേ? ശമ്പളത്തിന്റെ കൂടെയുള്ള കുറച്ച് അഴിമതി പണം, കൈക്കൂലി പണം, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഈ വിഷയം, നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണ്? സയന്റിഫിക് ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇതാണ് വിഷയം. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ശാസ്ത്രം പഠിക്കണം, നിങ്ങളെല്ലാം ശാസ്ത്രം പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ ധർമ്മവും കൂടെ പഠിക്കണം, മതവും കൂടെ പഠിക്കണം, സംസ്കാരം എന്താണെന്ന് കൂടെ പഠിക്കണം. അതെങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? അത് നമുക്ക് അധ്യാത്മശാസ്ത്രത്തിൽ നിന്ന് കിട്ടും. അപ്പൊ പഠനം, ശാസ്ത്രാണ് അധ്യയന തപഃ എന്നാണ്. വിദ്യാർത്ഥികളുടെ തപസ് എന്താണ്? അധ്യയനമാണ്, പഠിക്കലാണ് വിദ്യാർത്ഥികളുടെ തപസ്. ആ സമയത്ത് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വീഴണം. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക, അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുക, ഒരുപാട് സമയം ടിവിയുടെ മുന്നിൽ ചെലവഴിക്കുക, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി മനസ്സ് നമ്മൾ ഫ്രീ ആക്കി വെച്ചാൽ മാത്രമേ പഠനം ശരിക്കും നടക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കിന്റെ കാര്യം ഒരു കാര്യമാണ്, പഠനം ശരിക്കും ചെയ്യാൻ പറ്റില്ല, ഒരു വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സ് മറ്റുള്ള പല സംഗതികളിലേക്ക് വിടുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നാൽ ടീച്ചർ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ആ വിഷയത്തിലുള്ള നമ്മുടെ പ്രാവീണ്യം, നമ്മുടെ എബിലിറ്റി, നമ്മുടെ നോളേജ്, അറിവ് നമുക്ക് വേണ്ടത്ര ആർജിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കെമിസ്ട്രി പ്രൊഫസർ, വളരെ നന്നായിട്ട് കെമിസ്ട്രി പഠിച്ച ഒരാൾ, അയാൾക്ക് കെമിസ്ട്രി എല്ലാം അറിയാമെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പോലും, 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് ഒന്നുമില്ല കെമിസ്ട്രി ഉള്ളതല്ലേ, അല്ലേ? 8ാം ക്ലാസ് മുതലാണോ? അപ്പോ സ്കൂളിൽ പഠിച്ച് പോകുമ്പോൾ പോലും കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് ഉള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു വിഷയമാണ്. അതിലൊരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്.
അപ്പൊ ആ ചെറിയ ഭാഗം നിങ്ങൾ അശ്രദ്ധ കൊണ്ട് കേൾക്കാതെ പഠിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് കെമിസ്ട്രി അല്പം പോലും മനസ്സിലാവില്ല. ഇപ്പൊ ഒരു ഭാഷയാണെങ്കിൽ പോലും മലയാളം എല്ലാവരും എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലേഖനം എഴുതാൻ പറ്റുമോ? തെറ്റൊന്നും ഇല്ലാതെ എല്ലാവർക്കും. നിങ്ങൾ 6-7 ക്ലാസ്സുകളല്ലേ അല്ലേ? ഒരു ലേഖനം, മലയാളത്തിൽ ഒരു ലേഖനം എഴുതാൻ പറയുന്നു, ഇന്ത്യയെ പറ്റി ഒരു ലേഖനം എഴുതാൻ പറയുന്നു, ഒരു എസ്സേ കോമ്പറ്റീഷൻ പോയി. അത് തെറ്റില്ലാതെ എഴുതാൻ പറ്റുമോ? എന്തുകൊണ്ട് ചിലപ്പോൾ പറ്റുന്നില്ല, ചിലർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ആ വിഷയം, ഭാഷ സ്കൂളിൽ പഠിക്കുന്നത് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് പഠിക്കുന്നില്ല. കൃത്യമായി ശ്രദ്ധിച്ച് അതിന്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് മലയാള ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുവോ അതിന് പറഞ്ഞ് ലൈബ്രറിയിൽ പോയിട്ട് കൂടുതൽ എന്തെങ്കിലും പഠിക്കാൻ കൂടെ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്, മലയാളത്തിലെ എല്ലാ വിഷയവും. പക്ഷെ അതിനു വേണ്ടി ശ്രമിക്കാതെ, സ്കൂളിൽ ലൈബ്രറി ഒന്നും ഉപയോഗിക്കാതെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കാതെ ആ വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയത്തിൽ വളരെ ചെറിയൊരു അറിവ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ. പിന്നെ വേറെ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിഷയം പൂർണ്ണമായി പഠിക്കുക. അപ്പൊ തനിക്കും നമുക്കും സമൂഹത്തിനും ഗുണമുണ്ടാകും. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻലൈറ്റൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം. ഒരുപാട് ആശയങ്ങളുണ്ട്. ഇവിടെ ഈ ചെറിയ സമയത്തിൽ എന്തൊക്കെയാ പറഞ്ഞ് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പ്രബുദ്ധ പൗരത്വം. രംഗനാഥാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞ വലിയൊരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹം രാമകൃഷ്ണ മിഷന്റെയും രാമകൃഷ്ണ മഠത്തിന്റെയും പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി. ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വായിക്കണമെങ്കിൽ ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ, ലൈബ്രറിയിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോ ഒരാൾക്ക് ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി, മാറുന്ന സമൂഹത്തിന് അനിവാര്യമായ ശാശ്വത മൂല്യങ്ങൾ, അതാണ് മലയാളത്തിലെ ഈ പുസ്തകം, ഇതിന്റെ ട്രാൻസ്ലേഷൻ. ഈ പുസ്തകത്തിന്റെ സാക്ഷി പറയുന്നത്, നമ്മുടെ ഗൃഹസ്ഥന്മാരാണ് കൂടുതലല്ലേ സമൂഹത്തില്, അല്ലേ? അപ്പൊ നമ്മള് സാധാരണ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വലുതായ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, പണം സമ്പാദിക്കുന്നത്. കുടുംബം മാത്രമേ നമ്മളെ മനസ്സിലുള്ളൂ. എൻ്റെ ഭാര്യ, അല്ലെ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ. അപ്പൊ കുടുംബത്തിന് വേണ്ടി മാത്രം ചിന്ത മനസ്സിലുള്ളപ്പോൾ നമുക്ക് രാജ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ചിന്ത വളരെ ഇടുങ്ങിയതാവും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ അനുഭവ സമ്പത്തും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ കാര്യം, എൻ്റെ വീട്, എൻ്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് ചുരുങ്ങും. പക്ഷേ ഈ പ്രബുദ്ധ പൗരനായിക്കഴിഞ്ഞാൽ, നിങ്ങൾ എൻലൈറ്റൻഡ് സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ, പ്രബുദ്ധ പൗരനായിക്കഴിഞ്ഞാൽ, എൻ്റെ കുടുംബം പോലെ തന്നെ പ്രധാനമാണ് മറ്റുള്ള കുടുംബങ്ങളും, എന്നെ പോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് മറ്റുള്ളവരും. അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അധ്വാനിക്കണം. നമ്മളിപ്പോ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു, ആ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി എല്ലാം കൂടിയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ സ്വന്തം വീട്, സ്വന്തം കുടുംബം എന്നുള്ള മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചിന്ത ഇടുങ്ങിപ്പോകും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ജോലിയുടെ ബെനിഫിഷ്യറി ആരാണോ അതിന്റെ ഗുണഭോക്താവ്, ആ ഗുണഭോക്താവ് എല്ലാവരുമാണ്, നാട്ടുകാരെ മുഴുവനുമാണ്. അപ്പൊ അവരെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാൻ. ശ്രീരാമകൃഷ്ണൻ പറയുന്നത്, ശിവജ്ഞാനേ ജീവിത സേവ. ജീവിയിൽ ശിവനാണുള്ളത് എന്നറിഞ്ഞ് ശിവന്റെ പൂജ ചെയ്യുന്ന പോലെ ജീവികളെ സേവിക്കുക. വിവേകാനന്ദ സ്വാമി പറയുന്നത്, ഒരു പട്ടിക്ക് കുറച്ച് ചോറ് കൊടുക്കുമ്പോൾ ആ പട്ടിയിലുള്ള ഈശ്വരൻ നിങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ആ പട്ടിയിൽ ആരാളുള്ളത്? ഈശ്വരനാണുള്ളത്. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്താണ്? ഈശ്വര സർവഭൂതാന ഹൃദയ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിലുണ്ട്. എല്ലാ ജീവികളുടെയും ഹൃദയം. ഇവിടെ ഫാന് കറങ്ങുന്നുണ്ട്, അല്ലെ കുറെ ലൈറ്റ് കത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ ലൈറ്റിലേക്കും പവർ പോകും, ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്, അല്ലേ? ഒരേ പവർ ഹൗസിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പോകുന്നത്, ഈ ഫാനിനെ പ്രവർത്തിക്കുന്നതോ ലൈറ്റ് കത്തുന്നതോ ഒക്കെ, അല്ലേ? അതുപോലെ എല്ലാ ജീവികളിലും ഒരേ ഈശ്വരനാണ് ഉള്ളത്. അതുകൊണ്ട് ശിവജ്ഞാനേ ജീവിത സേവ.
ശിവനാണ് ജീവിയിലെല്ലാം ഉള്ളത് എന്നുള്ള ധാരണയില് ശിവനെ പൂജിക്കുന്നത് പോലെ ജീവികളെ സേവിക്കുക. ഇപ്പൊ നമ്മുടെ ഉപനിഷത്ത് പറയുന്നു, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അച്ഛനെ ഈശ്വരനായി കാണുക, അമ്മയെ ഈശ്വരനായി കാണുക, ആചാര്യനെ, നിങ്ങളുടെ അധ്യാപികമാരെ ഈശ്വരനായി കാണുക. പിന്നെ ആരാണ്? അതിഥിയെ ഈശ്വരനായി കാണുക. ഇത് തൈത്തിരീയോപനിഷത്തിലുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മളെല്ലാം കേൾക്കുന്ന ഉപദേശമാണ്. അപ്പൊ അമ്മയിലുള്ളത് ഈശ്വരനാണ്, അച്ഛനിലുള്ളത് ഈശ്വരനാണ്, ആചാര്യനിൽ നമ്മളെ ഗുരുവിലുള്ളത് ഈശ്വരനാണ്, അതിഥിയിലുള്ളത് ഈശ്വരനാണ് എന്ന് കരുതി വേണം അവരെ പൂജിക്കണം എന്നാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും അച്ഛനെയും അമ്മയെയും പോയി മുട്ടുകൊത്തി നമസ്കരിക്കേണ്ടതാണ്. ചെയ്യുന്നുണ്ടോ എല്ലാവരും? വിവേകാനന്ദ സ്വാമി പറയുന്നു, അച്ഛനും അമ്മയും ഈ ശരീരത്തിന് കാരണക്കാരാണ്. ഈ ശരീരം നമുക്ക് കിട്ടാൻ അച്ഛനും അമ്മയും നിമിത്തമാണ്. അതുകൊണ്ട് അവരെ ഈശ്വരനായിട്ട് കാണണം. അവർക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യസമയത്ത് ചെയ്യണം, അവരുടെ സേവ ചെയ്യണം. അല്ലെങ്കിൽ വലിയ കുറവാണെന്ന് പറയുന്നത്. പക്ഷേ വിവേകാനന്ദ പറയുന്നു, ഗുരുവിന്റെ സ്ഥാനം അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്തിനേക്കാളും മേലെയാണ്. ഗുരു എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് അധ്യാത്മ ഗുരുവിനെയാണ്. നമുക്ക് ആരാണോ നമ്മൾ ഈശ്വര ദർശനം നേടിത്തരുന്നത് ആ ഗുരു. വിവേകാനന്ദ സ്വാമി പറയുന്നു, ഇത് ചെയ്യുമെന്ന് എൻ്റെ അച്ഛൻ പറയുന്നു, ഇത് ചെയ്യരുത് എന്ന് എൻ്റെ ഗുരു പറയുന്നു, അപ്പൊ പിന്നെ ഞാൻ അത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഗുരുവിന്റെ സ്ഥാനം അച്ഛന്റെയും അമ്മയുടെയും മേലെയാണെന്നാണ്. നമ്മുടെ ഗുരുവാണ് നമുക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള സഹായം ചെയ്യുന്നത് എന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാണ്. നേരത്തെ പറഞ്ഞു എൻലൈറ്റൻ സിറ്റിസൺഷിപ്പ്, പ്രബുദ്ധ പൗരത്വം. അപ്പൊ ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കണം. ചിലതൊന്നും ആരും പറഞ്ഞു തന്നില്ലാന്ന് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ജീവിക്കാൻ പണം മാത്രം പോരാ, നമുക്കൊരു ജീവിത തത്വശാസ്ത്രം വേണം. ഇതാണ് ഒരു കാര്യം. നമുക്ക് പണം മാത്രം പോയാൽ എന്തും കൂടി വേണം, പുണ്യം കൂടെ വേണം ജീവിക്കാൻ. അപ്പൊ പുണ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ജീവിത തത്വശാസ്ത്രം ഉണ്ടായിരിക്കണം. എ ഫിലോസഫി ഓഫ് ലൈഫ്. അപ്പൊ ഈ ജീവിത തത്വശാസ്ത്രം എവിടുന്ന നമുക്ക് കിട്ടുക? നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും, വിവേകാനന്ദ സ്വാമിയുടെ ഉപദേശങ്ങളിൽ നിന്ന് കിട്ടും, നമുക്ക് ഉപനിഷത്തിൽ നിന്ന് കിട്ടും, ശങ്കരാചാര്യരുടെ ഉപദേശത്തിൽ നിന്ന് കിട്ടും, ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് കിട്ടും, ഹിന്ദു മതത്തിൽ നിന്ന് കിട്ടും. ഏത് മതമാണോ, ഏത് മതത്തിന്റെ വിശ്വാസി ആയിക്കോട്ടെ, ആ മതത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ പ്രശ്നം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഈ പുസ്തകം റെഫർ ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷിൽ വാക്കറിയില്ലെങ്കിൽ നമ്മൾ ഡിക്ഷണറി വഴി നോക്കുന്നില്ലേ? അതുപോലെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മളെ ജീവിത തത്വശാസ്ത്രം നോക്കണം. ആ ജീവിത തത്വശാസ്ത്രം ഭഗവത്ഗീതയാവാം, ഉപനിഷത്താവാം, അല്ലെങ്കിൽ മഹാഭാരതാവാം, രാമായണാവാം, എന്തും ആവാം. അപ്പൊ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ മാത്രം ഇത് പോയി നോക്കിയാൽ പോരാ, ദിവസവും ഇത് പഠിക്കണം. ദിവസവും രാവിലെ ഒരു 2-3 പേജ് നമ്മൾ ഈ ഗ്രന്ഥം വായിക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറി മാറി വരും. നമ്മുടെ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി മാറും, നമ്മളെ പഠിക്കുന്ന രീതി മാറും, നമ്മുടെ വീട്ടിൽ പെരുമാറുന്ന രീതി മാറും. അപ്പൊ ഈ ജീവിത തത്വശാസ്ത്രത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഈ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ ഒക്കെ കിട്ടുക. ഇത് കേട്ടിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? നമ്മുടെ അച്ഛനെയും അമ്മയും ഒക്കെ പരിചരിക്കാതെ, അവരുടെ ഉപദേശമൊന്നും കേൾക്കാതെ, അവരോട് മോശമായി പെരുമാറിയിട്ട് നമുക്ക് എന്ത് കിട്ടും? വളരെ ലളിതമായ കാര്യമാണ്, പാപം കിട്ടും. അല്ലേ? പരോപകാരായ പുണ്യായ പാപായ പരപീഡനം എന്നാണ് ശാസ്ത്രം പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യമാണ്,
മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് പാപമാണ്. അപ്പം ഏതാണ് പാപം ഉണ്ടാക്കുന്നത്, ഏതാണ് പുണ്യം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ശാസ്ത്രം നോക്കി മനസ്സിലാക്കണം. ഭഗവത്ഗീതയിൽ പറയുന്നു, തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യകാര്യ വ്യവസ്ഥിതവും ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ശ്രീകൃഷ്ണ അർജുനോട് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യ അകാര്യ വ്യവസ്ഥിതവും ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അതുകൊണ്ട് അർജുന, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യത്തിൽ നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്നാണ്. ഏതാണ് ശരിയായിട്ടുള്ള കാര്യം, ഏതാണ് ധർമ്മമായിട്ടുള്ളത്, ഏതാണ് അധർമ്മമായിട്ടുള്ളത്, ഇത് നിനക്ക് മനസ്സിലാക്കാൻ ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. പ്രമാണങ്ങൾ എന്താണ്? അതോറിറ്റി. എന്താണ് നമ്മൾ അതോറിറ്റി? ഭഗവത്ഗീതയാണ് അതോറിറ്റി, മഹാഭാരതമാണ് അതോറിറ്റി, രാമായണമാണ് അതോറിറ്റി, ഉപനിഷത്തുകളാണ് അതോറിറ്റി, വേദങ്ങളാണ് അതോറിറ്റി. ആചാര്യന്മാരുടെയും ആചാര്യന്മാരുടെ ജീവിതങ്ങള്, അവതാരങ്ങളുടെ ജീവിതങ്ങള്, മഹാത്മാക്കളുടെ ജീവിതങ്ങള്, അവരുടെ ഉപദേശങ്ങള്, ഇതെല്ലാം അതോറിറ്റിയാണ്. അതുകൊണ്ട് അർജുനോട് പറയുന്നത് എന്താണല്ലോ? തസ്മാത് ശാസ്ത്രം. അതുകൊണ്ട് അർജുന, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് പുണ്യം ഉണ്ടാക്കുന്നത്, എന്താണ് പാപം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്നാണ്. പിന്നെ ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് പറയുന്നുണ്ട്. ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി എന്നാണ്. ആരാണോ ശാസ്ത്രവിധി മാനിക്കാതെ, കൃഷ്ണൻ പറഞ്ഞതും രാമൻ പറഞ്ഞതും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതും ഈ നമ്മളെ മതം പഠിപ്പിക്കുന്നതും വില കൊടുക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരത, ശാസ്ത്രവിധി തള്ളിക്കൊണ്ട് തന്നിഷ്ടം പോലെ ആരാണോ ജീവിക്കുന്നത്, സ്വന്തം ഇഷ്ടം പോലെ, സ്വന്തം മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് അത് ചെയ്യുക, അതാണ് തന്നിഷ്ടം അല്ലേ? ആരാണോ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടം പോലെ ചെയ്യുന്നത്, ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി. അയാൾക്ക് സിദ്ധി ഉണ്ടാകുന്നില്ല. എന്താണ് സിദ്ധി? ഈശ്വര ദർശനം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അപ്രത്യക്ഷ തിരസ്കരണീയ വിദ്യയൊന്നുമല്ല, ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകാനുള്ള കഴിയൊന്നുമല്ല. സിദ്ധി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വര ദർശനം, ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. ഇതാണ്. ആരാണോ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നത് അവർക്ക് സിദ്ധി ഉണ്ടാകുന്നില്ല, സുഖം ഉണ്ടാകുന്നില്ല, ഈ ജീവിതത്തിൽ സുഖം ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ശാന്തിയുടെ കാര്യം. ആരാണോ ശാസ്ത്രം മാനിക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നത് അയാൾക്ക് ഈ ജീവിതത്തിൽ സുഖം ഉണ്ടാകുന്നില്ല, ശാന്തി ഉണ്ടാകുന്നില്ല. എന്നാ പരാഗതി എന്നാണ്. പരാഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ആളുകൾ മരിക്കുന്നുണ്ടല്ലോ അല്ലേ? വയസ്സായ ആളുകൾ മരിക്കുന്നുണ്ട്. അതിനുശേഷം അവരെങ്ങോട്ടാണ് പോകുന്നത്? നമുക്കറിയാം, ഒരുപാട് ലോകങ്ങളുണ്ട്. അവർ ആ ലോകത്തിലേക്ക് പോകും. ശാസ്ത്രം അനുസരിച്ച് മോക്ഷം കിട്ടുന്നത് വരെ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കുക അല്ലേ? ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേ ശയനം. വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും അമ്മയുടെ വയറ്റിൽ കിടക്കുക എന്നാണ്. ഇഹ സംസാരേ ദുസ്താരേ കൃപയാ പാലേ പാഹി പുരാരേ എന്നാണ്. അതുകൊണ്ട് സംസാര കിടക്കൽ വിഷമാണ്, അതിന് കൃപയോടെ രക്ഷിക്കുക എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രവിധി മാനിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ശ്ലോകം കൂടെ ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, യം ലബ്ധ്വാ ചാകരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുനാഭി വിചാര്യതേ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇതെന്താ പറയുന്നത് വെച്ചാല്, എന്ത് കിട്ടിയാലാണോ ഇതിലധികം ഒന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നത്, എന്ത് ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണോ എത്ര വലിയ ദുഃഖവും ബാധിക്കാത്തത്. ഇതെങ്ങനെയുണ്ട് ഈ ആശയം?
ഒരാൾ നമ്മൾ അടിക്കാൻ വരുന്നു, അല്ലെ നമുക്കൊരു രോഗം വരുന്നു, നമുക്ക് എന്തുണ്ടാകുന്നു? ഭയം ഉണ്ടാകുന്നു. നമ്മളെല്ലാ ഭയവും പോകാനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത്. എന്താണെന്നറിയോ? എന്താ കേട്ടില്ല നിങ്ങൾ ശ്ലോകം? യം ലബ്ധ്വ ചാപരം ലാഭം മന്യതേ നാദികം തതഃ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാഭി വിചാര്യതേ. എന്ത് കിട്ടിയാലാണോ ഇതിലപ്പുറത്തൊന്നും ഇതിലും വലുതൊന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നത്. നമുക്കറിയാം, നമ്മളൊരു കാർ വാങ്ങി പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നു നല്ലൊരു കാർ വാങ്ങിയാണ് നമ്മൾ വിചാരിക്കുന്നത്. മോഡൽ വളരെ പുതിയ എല്ലാ സജ്ജീകരണമുള്ള ഒരു കാർ വാങ്ങി. പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നു അതിലും നല്ലൊരു കാർ പരസ്യം. അപ്പൊ തോന്നാണ് അത് വേണം തോന്നുകയാണ്, അല്ലേ? സ്വാഭാവികല്ലേ? നമ്മളൊരു നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചോ, അത് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഫ്രണ്ട് വേറെ അതിലും നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു അതായിരുന്നു നല്ലത്, അതായിരുന്നു വാങ്ങേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ ഇതല്ലേ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? എന്ത് കിട്ടിയാലാണോ ഇതിലും വലുതൊന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നത്, എന്ത് ജ്ഞാനത്തിൽ ഉറച്ചിരിക്കുമ്പോഴാണോ എത്ര വലിയ ദുഃഖവും ബാധിക്കാത്തത്. നമ്മളെ ഒരു ദുഃഖവും ബാധിക്കാത്തൊരവസ്ഥ, രോഗം വന്നാൽ ഭയമില്ലാത്ത അവസ്ഥ, ഈശ്വരനെ പറ്റിയൊന്നും സംശയമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ. ഒരാളെ കൊല്ലാൻ വരികയാണ്, അപ്പോഴും ഭയമില്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥയാണ് ജ്ഞാനത്തിന്റെ അവസ്ഥ. ശ്രീകൃഷ്ണൻ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം ഏകദേശം കഴിഞ്ഞു തോന്നുന്നു. ഞാൻ സമയം കഴിഞ്ഞു, അവിടെ നിർത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഞാൻ കുറച്ചിലധികം പോയിന്റ്സും കൂടെ നിങ്ങൾ പറയാൻ വിചാരിച്ചിരുന്നു, പക്ഷെ സമയമില്ല. ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പ്രസംഗം കൊണ്ടൊന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഭഗവത്ഗീത അല്ലെങ്കിൽ അതൊക്കെ പുസ്തകം പഠിക്കുക. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ സബ്ജക്റ്റ് വിഷയങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ ഭഗവത്ഗീതയോ എന്തെങ്കിലും ഒന്ന്, വെറുതെ ശ്ലോകം ചൊല്ലിയാൽ പോരാ. ശ്ലോകം പരിഹാരത്തിന് കൊണ്ട് കാര്യം പ്രത്യേകിച്ചില്ല. അതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ പഠിക്കണം. അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ജീവിത വിജയപാത, നിങ്ങളെ വഴിയും നല്ലതായിരിക്കും. വഴി വളരെ ഈസിയായിട്ട് പോകാൻ പറ്റും, തടസ്സമൊന്നും ഇല്ലാതെ പോകാൻ പറ്റും, പരാജയം ഇല്ലാതെ പോകാൻ പറ്റും. ശരിക്കുള്ള ജീവിത വിജയം ഉണ്ടാവുകയും ചെയ്യും. ശരിക്കുള്ള ശാന്തി ഉണ്ടാവും. എന്താണ് ശരിക്കുള്ള ശാന്തി ഉണ്ടാവുക? എന്താ ചെയ്യുന്നറിയോ? നമ്മള് മരിക്കുന്ന മനുഷ്യനല്ല ഞാൻ സർവവ്യാപിയും സർവശക്തനും സർവജ്ഞവുമായിട്ടുള്ള ആത്മാവാണ്. എനിക്ക് മരണമേ ഇല്ല, എനിക്ക് വാർദ്ധക്യമില്ല എന്ന് നമുക്ക് ജ്ഞാനം കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ശാന്തി ഉണ്ടാവുന്നത്. ആ ശാന്തി ഉണ്ടാകാൻ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ഈ അധ്യാത്മജ്ഞാനവും നമ്മുടെ ആചാര്യന്മാരുടെയും നമ്മുടെ അവതാരങ്ങളുടെയും എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുഖവും ശാന്തി ഉണ്ടാവട്ടെ. നമസ്കാരം. Thank you, Swamiji, for a wonderful and inspiring speech. Now we come to the end of this session. I would like to invite Alia from class 8A for proposing word of thanks. Namaste to everyone. Today, Swamiji discussed about the topic scientific development and cultural heritage. Swamiji explained this topic with a real-life experience and stories. This class was very effective. I feel honored to deliver the word of thanks for today's session. On behalf of everyone present here, I express my sincere gratitude to everyone. And I extend my heartfelt thanks to Swami Varavandaji Maharaj for the wonderful